ഇതുമാരില്ലാത്ത മാർക്കണ്ട ആവശ്യം നമുക്കൊന്നും പേടിക്കണ്ട. അങ്ങനെ പറയല്ലേ, സ്പീഡ് കിട്ടില്ലേ ഇതിൻ്റെ ഹെഡിൻ്റെ ഉള്ളിലൊരു ടൈമിംഗ് ഉണ്ട്. ക്യാമ് ലോക്ക് ചെയ്യാൻ ടൈം, ക്യാമും ടൈമിങ്ങിലുള്ള ടൈമിങ് അതിൻ്റെ ഒരു വീഡിയോ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. ക്യാമിൻ്റെ ഹെഡിൻ്റെ ഉള്ളിൽ, എഞ്ചിൻ്റെ ഉള്ളിൽ, ഹെഡിൻ്റെ ഉള്ളിൽ എങ്ങനെ ടൈമിങ് വരുമെന്ന് അത് ഉൾപ്പെടുത്താം. ഇതിപ്പോൾ നമ്മൾ ലെക്സസ് V8-ൻ്റെ എഞ്ചിൻ ടൈമിങ്ങാണ് നോക്കണേ. എഞ്ചിൻ ടൈമിങ് V8-ൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിൽ ഈ എഞ്ചിൻ്റെ ക്രാങ്കിൽ ഇവിടെ ഒരു കുത്തുമാർക്കുണ്ട്. ക്രാങ്കിൽ ഒരു ക്രാങ്കിൻ്റെ പുള്ളിയിൽ ഇവിടെ ഒരു വെട്ടുമാർക്കും ഇതിൻ്റെ കവറയിൽ ഒരു കുത്തുമാർക്കും ഉണ്ട്. കുത്തുമാർക്കും ഇവിടെ ഒരു വെട്ടുമാർക്കും. അതാണ് ക്രാങ്കിൻ്റെ കീ. ഈ സൈഡിലാണ് വന്നെ, റൈറ്റ് സൈഡിൽ ഈ സൈഡിലായിട്ട് വരും. സാധാരണ വണ്ടികളെ പോലെ മേളിലല്ല വന്നെ. ഇതിൻ്റെ ഈ വെട്ടാണ് ഇവിടെ നോക്കുന്നത്. അതേപോലെ തന്നെ ഈ ക്യാമിൻ്റെ ഇതിൻ്റെ ഇവിടെ ഒരു കുത്തുമാർക്കും ഇതിൻ്റെ അകത്തൊരു വെട്ടുമാർക്കും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു വെട്ടുമാർക്കുണ്ട്. ഈ മാർക്കും ഈ ക്യാമിൻ്റെ ഈ മാർക്കും ഇവിടുത്തെ മാർക്കും. ഈ ബെൽറ്റ് വരുമ്പോൾ ശരിക്കും ഇവിടെ ഒരു മാർക്കുണ്ട്. ബെൽറ്റിൽ ഓൾറെഡി റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാർക്ക് വരും. അതുപോലെ തന്നെ ഇത് അപ്പോൾ ഞാൻ തെളിച്ച് ചെയ്തേക്കണേ, കാണാൻ പാത്രമാണ് ഇട്ടേക്കണേ. ഇതേപോലെ മാർക്ക് ഇതിന് വരും ബെൽറ്റിന്. അപ്പോൾ ഇവിടെ ഒരു മാർക്കും ഈ ടൈമിംഗ് കവറിൻ്റെ ഇവിടെ വന്ന കവറിൽ ഇവിടെ ഒരു മാർക്കും ഈ ഒരു ബോൾട്ടും ഇവിടെ ഒരു മാർക്കും ഉണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു മാർക്കും, അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഒരു കുത്തും, ഇവിടെ ഒരു കുത്തുണ്ട്. അപ്പോൾ ഇവിടെ വന്ന മാർക്ക് ഇതിന് ലെവലാക്കി കറക്റ്റാക്കി ഇടണം. ക്രാങ്കിൻ്റെ ഇതാണ് ഇതിൻ്റെ മാർക്ക്. ബെൽറ്റിൻ്റെ അകത്ത്, അതായത് ടൈമിംഗ് ചെയിൻ്റെ ബെൽറ്റിൽ ഒരു മാർക്ക് വരും. ആ ബെൽറ്റ് ഇതിൻ്റെ അടിയിലാണ് തന്നെ. അടിയിൽ ഉണ്ടോ ഒരു വര ഉണ്ടോ, മാർക്കുണ്ട്. ആ മാർക്കും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു കുത്തും വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അത് കറക്റ്റ് ചെയ്തിട്ടാൽ മതി. ഈ വര ഇവിടുത്തെ ഒരു മാർക്കിൻ്റെ പൊട്ടിന് കറക്റ്റാക്കിയിട്ടാൽ മതി. ടൈമിങ്ങിൻ്റെ ഇവിടെ വന്ന കുത്തിന് കറക്റ്റ് ലെവലാക്കിയിട്ടാൽ അതും ഓക്കെയാണ്. ഇതാണ് ആകെ ഉള്ള ഒരു ടൈമിങ്ങിൻ്റെ ടെൻഷനർ. ഈ ബെൽറ്റ് ഫുള്ളും ടൈറ്റ് ചെയ്യാനായിട്ട് ഒറ്റ ഇതാണ്. ഇതിൻ്റെ അകത്താണ് ലോക്ക് ചെയ്ത് വെക്കണം. ഈ ലോക്ക് വെച്ച് ഈ ബോൾട്ടുകൾ ഇട്ട് ടൈറ്റ് ചെയ്ത് ഈ ലോക്ക് റിലീസ് ചെയ്താൽ ടൈമിങ് ടെൻഷനർ ഓട്ടോമാറ്റിക് ടെൻഷനർ ടൈറ്റ് ആവും. ഇതാണ് ലെക്സസ് V8 എഞ്ചിൻ്റെ ടൈമിങ്. ഇതാണ് ടൈമിംഗ് ടെൻഷനർ ടൈറ്റ് ചെയ്യുന്നത്. ഫുൾ ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ലോക്ക് എടുക്കണ കാണിച്ചു തരാം. ഇതിൻ്റെ ക്യാമിന് ഇതിൻ്റെ ഉള്ളിലൊരു ടൈമിംഗ് ഉണ്ട്. വാൽ കവറിൻ്റെ ഉള്ളിൽ ക്യാം ഇടേണ്ട ക്യാം ടു ക്യാം ടൈമിങ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഈ ക്യാമിൽ ഒരു ടൈല് ടെൻഷനർ വീലുള്ളതുണ്ട്, അത് ലോക്ക് ചെയ്യണ വീഡിയോ ഉണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് അത് ഇടാം. ഇപ്പം നിലവിൽ ടൈമിങ്ങിൻ്റെ ടെൻഷനർ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു. ഇപ്പോൾ കറക്റ്റ് ക്രോസ് ചെക്ക് ചെയ്യണു. റൈറ്റ് എല്ലാം കറക്റ്റ് അല്ലേ നോക്കണം. ഇത് ഇതിൻ്റെ എഞ്ചിൻ്റെ വാട്ടർ പമ്പാണ്. ഈ രണ്ട് ഐഡിയൽ വീലുകൾ രണ്ടെണ്ണമാണ് ഉള്ളത്. ഇത് ബെൽറ്റിൻ്റെ അടിയിലത്തെ മാർക്ക് നോക്കണതാണ്. ലോക്ക് എടുക്കുന്നതാണ്. ലോക്ക് ടൈമിങ് ഓൾറെഡി ടെൻഷനാണ് കണ്ട് ഓട്ടോമാറ്റിക് ബെൽറ്റ് എല്ലാം ടൈറ്റായി. ഇപ്പോൾ റൗണ്ട് കറക്കാം. ഞാൻ കറക്കി കാണിച്ചു തരാം.
കറക്കി നോക്കണതാണ്. ഇപ്പോൾ ഈ പ്ലഗ് എല്ലാം ഇട്ട് അതിൻ്റെ കംപ്രഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ ഒരു ടൈറ്റ് ഉണ്ടാവും. കറക്റ്റ് നോക്കണം. പോളിഷ് ചെയ്തിരുന്നു. ഇതാണ് ടൈമിങ്. ഓക്കെ, താങ്ക് യു. രണ്ട് മാർക്ക്, ഇവിടെ ഒരു മാർക്ക്, ഈ പല്ലിൻ്റെ ഇവിടെ, ഇവിടെ ഒരു മാർക്കുണ്ട്, അതിവിടെ. ഇതാണ് ടൈമിങ്, ക്യാമിൻ്റെ ടൈമിങ്. സെയിം ഇവിടെ. ക്യാമിൻ്റെ ഇതിൻ്റെ ലോക്കിംഗ്.